2018 അതിമഴയ്ക്ക് ശേഷം കേരളം നിരവധി ആശങ്കകൾ കണ്ടു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമായൊക്കെ ഏറ്റവും ഒടുവിൽ വയനാട് കള്ളാടിക്ക് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു വലിയൊരു പെരുമഴക്കാലം തന്നെയാണ്. മഴയുടെ സ്വഭാവത്തിലാണ് കാര്യമായ മാറ്റം വന്നിരിക്കുന്നത്, അളവിലല്ല എന്നുള്ള ആശങ്ക നേരത്തെ തന്നെ പരിസ്ഥിതി വിദഗ്ധർ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ മുന്നറിയിപ്പുകൾ പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നവർ ശാസ്ത്രജ്ഞരൊക്കെ പലപ്പോഴും നൽകിയിട്ടും നമുക്ക് വീണ്ടും പലപ്പോഴും ദുരന്ത മുഖങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എവിടെയാണ് പാകപ്പിഴ ഉണ്ടായിരിക്കുന്നത്? പാറ്റേൺ മാറിയതിൻ്റെയാണോ, അളവല്ല സ്വഭാവം മാറിയതിനാണോ? മഴയ്ക്ക് എന്താണ് സംഭവിച്ചത്? മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിനനുസരിച്ച് വലിയ മുന്നറിയിപ്പുകൾ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ നൽകേണ്ടതല്ലേ, അല്ലെങ്കിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ പോകേണ്ടതായിരുന്നില്ലേ? ഇവിടെ വീഴ്ച പറ്റിയോ? ശരിക്കും പറഞ്ഞാൽ 2018 മുമ്പ് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമായിരുന്നു. 2016 നമുക്ക് ലഭിക്കേണ്ട മഴയിൽ വളരെയധികം കുറവ് വന്നു. സാധാരണഗതിയിൽ കാലവർഷം കുറച്ച് മഴ കുറഞ്ഞാൽ പോലും തുലാവർഷത്തിൽ കിട്ടുന്ന മഴ വെച്ച് നമുക്ക് ക്ഷാമം പരിഹരിക്കപ്പെടാമായിരുന്നു. 2016 നമുക്ക് തുലാവർഷവും കുറഞ്ഞു വന്നതുകൊണ്ട് ധാരാളം മഴ കുറവായ ഒരു സാഹചര്യം ഉണ്ടായി. 2017 നമ്മുടെ ഓക്കി നമ്മുടെ തീരത്തോടടുത്ത് വന്നത്. അത് പുതിയൊരു അനുഭവമായിരുന്നു. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ ഓക്കിയുടെ ഈ ഔട്ടർ ലെയേഴ്സ് സ്പർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. 2018 പ്രളയം 2019 ഈ വർഷം സംഭവിച്ച പോലെ 1-2 ദിവസങ്ങളിൽ വലിയ മിന്നൽ പ്രളയങ്ങളുണ്ടായി. ഓഗസ്റ്റ് 8 തീയതിയായിരുന്നു. പിന്നീടുള്ള എല്ലാ കാലവർഷക്കാലത്തും നമ്മൾ പലതരത്തിലുള്ള മഴക്കെടുതികൾ കണ്ടു. അപ്പോൾ ഈ കാലവർഷത്തിൻ്റേത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജാനുവരി ഫെബ്രുവരി 2 മാസം ഒഴിച്ചു നിർത്തിയാൽ മാർച്ച് ഏപ്രിൽ മെയ് പ്രീ മൺസൂൺ സീസണാണ്. അത് സമയത്ത് നമുക്ക് മഴ കിട്ടും. ആ സമയത്ത് ന്യൂനമർദ്ദങ്ങളെല്ലാം എന്തെങ്കിലും ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം തുടർച്ചയായിട്ട് ശക്തമായ മഴ കിട്ടും. പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലവർഷക്കാലം, ഒക്ടോബർ നവംബർ ഡിസംബർ നമുക്ക് പോസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷക്കാലം. ഈ 10 മാസം തുടർച്ചയായി എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് മഴ ശക്തമായും മിതമായും ഒക്കെ ലഭിക്കുന്ന മഴ കണ്ട് വളർന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മഴ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളതല്ല. നമ്മളൊരു 100 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ കാലവർഷത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക വർഷപാതത്തിലോ ഒരു 10-15% കുറവാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ വർഷം തന്നെ സീസൺ ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ മഴയുടെ കുറവ് 30% അടുത്താണ്. അപ്പോൾ മഴ കുറഞ്ഞ് നിൽക്കുന്ന സമയത്തും മഴക്കെടുതി നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ മഴയുടെ അളവിൽ വന്നിട്ടുള്ള വർധനവല്ല, മഴയുടെ അളവിൽ കുറവുള്ളപ്പോൾ പോലും മഴയുടെ പെയ്ത്ത് രീതിയിൽ, മഴയുടെ ഇൻറ്റൻസിറ്റിയിൽ, തീവ്രതയിൽ വന്നിട്ടുള്ള പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ശക്തമായ മഴ പെയ്യുക, അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം, അത്തരം ഒരു വെതർ പാറ്റേണിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.